ഹലോ ഓൾ, ഞാനിപ്പോൾ ഇത് കോഴിക്കോട്ടെ നാദാപുരത്തെ പുറമേരി എന്ന് പറയുന്ന ദേശത്താണ്. 2024 ഹയർ സെക്കൻഡറി പ്ലസ് 1 എക്സാമിനേഷൻ റിസൾട്ട് ഇതാ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി പ്ലസ് 1 എക്സാമിനേഷൻ എത്രമേൽ ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം കേരളത്തിൽ ഉള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇക്കഴിഞ്ഞ 2024 എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി വന്നൊരു സാഹചര്യമാണ് എല്ലാവരും കണ്ടത്. സോ ഇത്രമേൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറി വന്നാലും ഫുൾ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ഒരുപാട് കേരളത്തിനകത്തുണ്ടായിരുന്നു. അതിൽ സൈലത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച സൂര്യയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് സൂര്യയോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയായിരുന്നു സൂര്യയുടെ പ്ലാനിങ് ഉണ്ടായിരുന്നത്, എന്തൊക്കെ ടിപ്സാണ് സൂര്യ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലസ് 1 ഫുൾ മാർക്ക് നേടുന്നതിനായിട്ട്. ഹലോ സൂര്യ. യെസ്, ശരിക്കും പറയുമ്പോൾ ഒരു അഭിമാനകരമായ നേട്ടമാണ് സൂര്യ ശരിക്കും പറഞ്ഞ് നേടിയത്. കാരണം എക്സാംസ് എല്ലാം വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. സോ ഈ ഒരു നിമിഷത്തെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അത് എന്താണ് സൂര്യക്ക് തോന്നുന്നത്? ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സ്കൂളിൻ്റെ ഭാഗമായിട്ട് പ്രൗഡാവാൻ പറ്റി. അമ്മ ഹാപ്പിയാണ്, അച്ഛൻ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണല്ലേ? ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ പഠിപ്പിച്ച മക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇത്രമേൽ ഗംഭീരമായ റിസൾട്ട് കിട്ടുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പോലും എല്ലാവർക്കും ഫുൾ മാർക്ക് നേടുക. കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും അത് ഗംഭീരമായിട്ട് പഠിക്കണം എന്നാണ് ഞങ്ങൾ എക്കാലം ഞങ്ങളുടെ മോട്ടിവേറ്റ് വെക്കുന്നത്. അപ്പോൾ അതിൽ സൂര്യ വലിയൊരു പങ്കാണ് ഈ നിമിഷം വഹിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മോട്ടിവേഷൻ തന്നെയാണ്. കാരണം എക്സാം ഡിഫിക്കൽട്ട് ആകുന്നു, സൂര്യക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നു. സോ വളരെ അഭിമാനം തന്നെയാണ് ഞങ്ങൾക്കും ഈ ഒരു നിമിഷം തോന്നുന്നത്. സോ ഇനി എക്സാം ഡിഫിക്കൽട്ടായി സൂര്യ 10ൽ നിന്ന് പ്ലസ് 1 വരുമ്പോൾ ഒരു വലിയ സിലബസിനകത്ത് മാറ്റമുണ്ടായിരുന്നു, ഒരുപാട് പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതെ അതെ. സോ എങ്ങനെയായിരുന്നു ഈ ഒരു നിമിഷം സൂര്യ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് 10ൽ പ്ലസ് 1 വരുമ്പോൾ ഒരു വലിയ ജമ്പാണ് ഉണ്ടായിരുന്നത്. മെയിൻലി ഫിസിക്സ് ഒക്കെ പറയുമ്പോൾ കുറേ ഡെറിവേഷൻസ്, ഫോർമുലാസ്, മാത്തമാറ്റിക്സും പിന്നെ കെമിസ്ട്രി, കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പം പറയുമ്പോൾ ഫസ്റ്റ് പ്ലസ് 1 കയറുമ്പോൾ നമുക്കൊരു എൻജിൻ ട്രബിൾ പോലെ ഉണ്ടാവും. പക്ഷേ ഡെയിലി ഇങ്ങനെ ക്ലാസ് ഒക്കെ കണ്ട് സൈലൻറ്റ് ക്ലാസ് കാണുക, പിന്നെ പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ പോവുക, അവിടുത്തെ ക്ലാസ് കാണുക, അങ്ങനെ റിവൈസ് ചെയ്ത് മെയിൻലി ഞാൻ സൈലൻറ്റ് ക്ലാസ് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. അവരുടെ ക്ലാസ് കാണുന്നത് തന്നെ എനിക്ക് നല്ലോണം എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വിജയം നേടാൻ പറ്റി. ഓക്കെ, ഇപ്പോൾ പ്ലസ് 1 ക്ലാസ്സിൽ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്ലസ് 1 വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാണ് സയൻസ് സ്ട്രീം എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ പോലും ഒരുപാട് പറഞ്ഞിരുന്നു സയൻസ് പഠിക്കുന്നത് എടുത്ത് മണ്ടത്തരമായി പോയി, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് പറയുന്നുണ്ട്. അത്രമേൽ ഡിഫിക്കൽട്ട് ആണോ സയൻസ് സ്ട്രീം? ഒരിക്കലല്ല. അത് വെറുതെ പറയുന്നല്ലേ? വെറുതെയാണ്. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് വെച്ച് നോക്കുന്ന അവർക്ക് കുറേ എഴുതാനുണ്ട്, അങ്ങനെ പോയിന്റ്സ് ഒക്കെയാണ്. ഇത് നമ്മൾ പഠിച്ച തിയറി നമ്മൾ അപ്ലൈ ചെയ്യാം. അത് ഭയങ്കര എന്താ പറയുക, റിസ്കി അല്ലെങ്കിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമല്ല. നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്. അത് പെട്ടെന്ന് ഇപ്പം ഒരു 1.5 മണിക്കൂർ എക്സാം ആണെങ്കിൽ തന്നെ, ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ 1/2 മണിക്കൂറുണ്ട് ഒരു സൈലൻറ്റ് സ്റ്റുഡൻറ്റ് നിലയിൽ എനിക്ക് പറ്റുന്നുണ്ട്. ബാക്കി 1 മണിക്കൂർ ഞാനിങ്ങനെ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി. ആൻഡ് സിമ്പിളാണ് സയൻസ് സ്ട്രീം, ആർക്ക് വേണമെങ്കിലും എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പമില്ല. സൂര്യയുടെ ഉറപ്പാണ് 100% എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സുഖമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് അത്ര ഉറപ്പാണ് പറയുന്നത്. സോ എനിവേ പ്ലസ് 1 വരുമ്പോൾ നമ്മൾ നേരത്തെ സിലബസിനെ പറ്റി പറഞ്ഞു. ഒരു വലിയ സിലബസാണ് ഉണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് എല്ലാം തന്നെ വളരെയധികം വലുതാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രമേൽ വലിയ സിലബസ് വരുന്നു. ഏത് വിഷയമായിരുന്നു സൂര്യ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു? ഇനീഷ്യൽ സ്റ്റേജിലായിക്കോട്ടെ, ഹോൾ ഇയറിൽ ഏറ്റവും അധികം ഡിഫിക്കൽട്ടി തോന്നിയ വിഷയം ഏതായിരുന്നു? സബ്ജക്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നതെന്നല്ല, എനിക്ക് ഇപ്പം ഇംഗ്ലീഷാണ് ഞാൻ പറയാം. കാരണം അതൊരു എത്ര എഴുതിയാലും ഒരു മാർക്ക് തരില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, പ്രചാരണമുണ്ട്. അതുകൂടാതെ പിന്നെ നമുക്ക് മെയിൻലി ഡിസ്കോഴ്സ് ആണ്, കുറേ എഴുതാനുണ്ട്. ഓരോരോ ലെറ്റർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് അല്ല. ഞാൻ 10ാം ക്ലാസ് CBSE ആണ് പഠിച്ചത്. അവിടെ CBSE എന്ന് പറഞ്ഞാൽ നമുക്ക് 2 റൈറ്റിംഗ് ഉണ്ടാവും ഈ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിൽ പെടുന്നത്. ബാക്കി നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും. ഇത് ടെക്സ്റ്റ് ബേസ്ഡ് ഫുൾ ഡിസ്കോഴ്സ് ആണ്, അതും കുറേ എഴുതാനുണ്ട്. അതുകൊണ്ടൊരു കുറച്ചൊരു ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം സിമ്പിളാണ്. CBSE ആയിരുന്നു. നമ്മൾ CBSE CT വരുമ്പോൾ ആ ഒരു സിലബസിൽ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മാറ്റം? CBSE നിന്ന് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഇംഗ്ലീഷൊക്കെയാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായത്. ബാക്കിയൊക്കെ ഡയറക്റ്റ്ലി ആണ്. CBSE ഇപ്പം പ്ലസ് 1 പ്ലസ് 2 ഒക്കെ CBSE വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട്. അതെ അതെ. ഓക്കെ, ഇംഗ്ലീഷാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. സോ എനിവേ ഇംഗ്ലീഷിന് പുറമെ നമ്മൾ ആലോചിക്കുമ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ കാണുന്ന 3 വിഷയങ്ങളിലും ഇപ്പോൾ മാത്സിനകത്ത് പറയുമ്പോൾ ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ടായിരുന്നു. ഫിസിക്സിനകത്ത് എന്താണ് ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഫോർമുലാസ് എല്ലാം പഠിക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാൽ, ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു ക്ലാസ്സിനകത്ത് എല്ലാ ഫോർമുലാസും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അങ്ങനെ ഫോർമുല ബുക്കെല്ലാം മോൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് എൻ്റെ അടുത്ത് അങ്ങനെ NCERTൻ്റെ ഒരു ബുക്കും, പിന്നെ ഞാൻ മെയിൻലി പഠിക്കാറ് സൈലത്തിൻ്റെ നോട്ട്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇപ്പം മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ട്രിഗ്നോമെട്രി കഴിഞ്ഞ കൊല്ലം കുറച്ച് ടഫാന്ന് എല്ലാവരും പറഞ്ഞൊരു സബ്ജക്റ്റ്. പക്ഷേങ്കിൽ നമുക്ക് ഫൂഫു സാറ്, അത് ഞങ്ങൾക്ക് ഫൂഫു സാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്.
ഫുഫു സാർ അത് ഓരോ അതിൻ്റെ ഫോർമുലയും നല്ല ട്രിക്ക് വെച്ച് പഠിപ്പിച്ചാൽ അതുകൊണ്ട് മാത്രം എനിക്ക് ശരിക്കും CBSE എനിക്ക് 10ാം ക്ലാസ്സിൽ 64 മാർക്ക് ഇംഗ്ലീഷ് മാത്സിന് ഉണ്ടായിരുന്നു. അത് എന്നെ ചതിച്ചതും ഈ ട്രിഗ്നോമെട്രി തന്നെയാണ്. പക്ഷേങ്കിൽ അതെനിക്ക് +1 തിരിച്ച് കയറ്റാൻ പറ്റും. വളരെ സുഖമായി നേടാൻ പറ്റും. അതെ അതെ അതെ, അത് കുറെ ഫോർമുല ട്രിക്സ് ഒക്കെ അത്രമേൽ ട്രിക്കാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓബ്വിയസ്ലി. അപ്പോൾ ഈ കാണുന്ന സൈലത്തിന്റെ നോട്ട്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അപ്പോൾ അവസാന നിമിഷം നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇൻസ്റ്റാളുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന രീതിക്ക് ആ കാണുന്ന ഇൻസ്റ്റാളൻ എത്ര യൂസ്ഫുൾ ആയിരുന്നു? അത് നമുക്ക് അപ്പം ഓരോ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ചലഞ്ച് പോലെ 40 days ചലഞ്ച്. അപ്പോൾ ഇൻസ്റ്റാളാണ് വന്നത്. അതെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിന്റെ നമ്മൾ പഠിക്കാനിരിക്കല്ലോ, അപ്പോൾ ഇത് ഇൻസ്റ്റാളാണ് എടുക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ കൂടെ NCERT ബുക്കും തുറക്കുക, അങ്ങനെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളാണ് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ 2 or 3 മാത്രമേ നമുക്ക് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്സിനകത്ത് മാത്സ് ഈസിയാക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ NCERT ബുക്കിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു എന്ന്. ശരിക്കും മാത്സ് എക്സാം മോൻ്റെ അഭിപ്രായത്തിൽ ഡിഫിക്കൽട്ട് ആയിരുന്നോ? ശരിക്കും ചോദിച്ചാൽ ഡിഫിക്കൽറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു നല്ലോണം നമ്മൾ ബേസ് കോൺസെപ്റ്റ് ഒക്കെ നല്ലോണം മനസ്സിലാക്കി NCERT ബുക്സ് മൊത്തം നമ്മൾ അരിച്ചു വർക്ക് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ അത്ര ഡിഫിക്കൽറ്റി അല്ല. പക്ഷേ പ്രശ്നം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മോഡൽ എക്സാമിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പം ഞാൻ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി, ബാക്കി എനിക്കൊന്നും കിട്ടുന്നില്ല. അതാണ് സ്റ്റേറ്റ് പഠിച്ച 10ാം ക്ലാസ് സ്റ്റേറ്റ് പഠിച്ച കുട്ടികൾക്ക് ഏതോ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അറിയാത്ത കണ്ടപ്പം ബാക്കി അറിയുന്നതും കൂടി ഇല്ലാതെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് അല്ല, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു മോഡൽ ചേഞ്ച് വന്നപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മൂത്തൊരു വീഡിയോ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സാം ഡിഫിക്കൽട്ടിലുപരി 2-3 ക്വസ്റ്റ്യൻസ് പാറ്റേൺ മാറി വന്നു. ആ കാണുന്ന പാറ്റേൺ മാറി വരുന്നതാണ് എക്സാം ഡിഫിക്കൽട്ട് ആക്കി മാറ്റിയത്. അത് തന്നെയാണ് മോനും പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, എന്തായാലും ഈ കാണുന്ന ഒരു വീഡിയോ കാണുന്ന ബഹുഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് മോൻ്റെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് അറിയാനാണ്. കാരണം നമ്മൾ പഠിച്ചു വന്നു, ഒരുപാട് നാൾ ഒരു 1 year ഹാർഡ് വർക്ക് ഉണ്ട്. എന്തായാലും +1 ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്രിസ്മസ്, ഓണപരീക്ഷയും പിന്നെ പെട്ടെന്നാണ് എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ ഗ്യാപ്പാണ് നമുക്ക് നമ്മളുടെ എക്സാമിനേഷൻസ് തമ്മിൽ ഉണ്ടായിരുന്നത്, അഡ്മിഷനും എക്സാമും തമ്മിലുണ്ടായിരുന്നു. സോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഫുൾ മാർക്കിലേക്ക് എത്തുന്നതിനായിട്ടുള്ള സ്റ്റഡി പ്ലാൻ മോൻ എന്താണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റഡി പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ദിവസവും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഡെയിലി സൈലത്തിൻ്റെ ക്ലാസ് കാണും, ലൈവ് ക്ലാസ് കാണും. അപ്പോൾ അത് കണ്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളിത് എടുത്ത സംഭവം തന്നെ അവിടെ അവർ പറയുമ്പോൾ ഒരു റിവിഷൻ ടൈപ്പ് പ്രോസസ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമ്മൾ കുറച്ച് കാര്യം പഠിക്കും. പിന്നെ എക്സാംസ് വരുന്നേരം ഒരു 1 month അതിൻ്റെ മുന്നേ ഞാൻ ഷെഡ്യൂൾ ചെയ്യും. ഫുള്ളി ഇത്ര എനിക്ക് എവിടെയാണ് മാർക്ക് കുറവ്, എനിക്ക് ഏത് സബ്ജക്റ്റാണ് ഞാൻ ബാക്കിലുള്ളത്, അത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ട് അതെടുത്ത് പഠിക്കും. അങ്ങനെ ഓരോ ഷെഡ്യൂൾ ഓരോ ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ ഞാൻ ക്രിസ്മസ് എക്സാമിന് എനിക്ക് അങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ നമ്മുടെ പബ്ലിക് എക്സാം മോഡൽ എക്സാമിൻ്റെ ടൈമിൻ്റെ ഒരു January February ടൈമിൽ ഞാൻ മെയിൻലി നല്ല പിന്നെയും ഒന്നും കൂടി ഓരോ ഷെഡ്യൂളൊക്കെ ചെയ്ത് നല്ല പഠിക്കാൻ തുടങ്ങി. അല്ലാണ്ട് ഡെയിലി അങ്ങനെ ബേസ് ആയിട്ടൊന്നും പഠിപ്പില്ല. പിന്നെ ഓരോ ആൾക്കാരെ കംഫർട്ടബിലിറ്റി അനുസരിച്ചാണല്ലോ. എനിക്ക് പിന്നെ അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ഒരു 2 hours പഠിച്ചു കഴിഞ്ഞാൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 15 minutes എനിക്ക് ബ്രേക്ക് എടുക്കണം, അല്ല ഫോണോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അങ്ങനത്തൊക്കെ തന്നെ. അല്ലാണ്ട് നമ്മൾ കണ്ടിന്യൂസ് പഠിപ്പ് അങ്ങനെയൊന്നും ഇല്ല. അത് ഓരോരുത്തരെ കംഫർട്ടബിലിറ്റിയാണ്. എങ്ങനെ പഠിച്ചാലും നമുക്ക് മനസ്സിലായോ. പഠിക്കുന്ന സമയം വളരെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വൃത്തിയിൽ തന്നെ ആ സമയം ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുൻ പറഞ്ഞ കാര്യമുണ്ട്, എക്സാം സമയത്ത് നല്ലോണം സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ സൈലത്തിനകത്ത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്, ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ മൊഡ്യൂൾ എക്സാമിനേഷൻ ഉണ്ട്. ഈ കാണുന്ന എക്സാംസ് എല്ലാം എത്രമേൽ യൂസ്ഫുൾ ആയിരുന്നു? കാരണം ഈ കാണുന്ന എക്സാംസിൻ്റെ പല ചോദ്യങ്ങളുമായിരുന്നു നമ്മുടെ എക്സാമിന്, ബോർഡ് എക്സാമിന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ മൊഡ്യൂൾ എക്സാംസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലെവൽ കൂടിയതാണ്. ശരിക്കും പബ്ലിക് എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടില്ല, മോഡലിനും വന്നിട്ടില്ല. ഈ മൊഡ്യൂൾ എക്സാം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നത് കുറച്ചൊന്ന് പതറും, എന്നാലും അത് പഠിച്ചു ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ അടുത്ത എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിക്കാണ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞ കുട്ടികളെല്ലാം പകച്ച കുട്ടികളെല്ലാവരും തന്നെ ഈ മൊഡ്യൂൾ എക്സാം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാരണം പകപ്പെല്ലാം തന്നെ ഇല്ലാണ്ടായെന്ന് പറയാൻ പറ്റുമോ? മൊഡ്യൂൾ എക്സാം കാണുന്നത് നമുക്ക് ചെറിയ ഒരു പേടി വരും. പക്ഷെ ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ, ശരിക്കുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇതിനാണോ നമ്മൾ ഇത്രയും സൈലം ഇത്രയും വലിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പേടിച്ചെന്ന് തോന്നും. അത് നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയാണ്. കാരണം എക്സാം എത്ര ഡിഫിക്കൽട്ട് ആയാലും ആ കാണുന്ന ഡിഫിക്കൽറ്റി നമുക്ക് വളരെ ഈസാക്കി മാറ്റണം, വളരെ ഈസിയാക്കി മാറ്റണം. അപ്പോൾ അതിനാണ് നമ്മൾ നമ്മുടെ മൊഡ്യൂൾ എക്സാം ആയിക്കോട്ടെ, നമ്മളുടെ യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ചാപ്റ്റർ എക്സാമിനേഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ കുറച്ചും കൂടി ലെവൽ കൂട്ടി ഇടാനുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ള പോലും. സോ എനിവേ അതിഗംഭീരമായിട്ടൊരു വർഷമായി മാറട്ടെ 2025 എന്ന് പറയുന്നത്. കാരണം 2025 മോൻ +2 പാസ് ഔട്ട് ആകാൻ വേണ്ടി പോകുന്നത്. സോ +2 ക്ലാസ്സിലും ഇതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്ത പോലെ തന്നെ അതേ പവറിൽ അതേ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. ഞങ്ങളെക്കാലവും മോനോടൊപ്പം തന്നെ ഉണ്ടാവും. സോ
2025 ഞാൻ ഇതേപോലെ ഈ വീട്ടിലേക്ക് ഞാൻ വീണ്ടും വരും +2 ക്ലാസ്സിൻ്റെ അകത്ത് ഫുൾ മാർക്ക് നേടിയതിനു ശേഷം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.